മൺസൂണൊക്കെ ആയിട്ട് ഒടുക്കത്തെ മഴ ഗൈസ്. ആരും ഈ സമയത്ത് ഇങ്ങോട്ട് വരില്ലേ. ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇങ്ങോട്ട് കണ്ണടച്ച് പോകുന്നു. ഇവിടെ ഒരു ബെഡുണ്ട്, ചെയറ്. എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഗുണ്ടൽപേട്ട എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് മസനഗുഡി വഴി ഊട്ടി പോകാനാണ് പ്ലാന്. നമ്മുടെ ഈ പുറകിൽ കാണുന്നത് സൂര്യകാന്തി ചെടികളാണ്. നിൽക്കും പാടത്തിൻ നല്ല അടിപൊളി സൂര്യകാന്തി ഫ്ലവർ. ആഹാ, നമ്മുടെ മുന്നിൽ കാണുന്നതാണ് സൂര്യകാന്തി ചെടികൾ. ഒത്തിരി ഉണ്ട്, നല്ല അടിപൊളി കാഴ്ചകൾ. ഇത് കണ്ടില്ലേ? ആഹാ, സൂര്യനായി അടിപൊളി കളർഫുൾ. ഇവിടെ ഫുൾ ഇത് തന്നെയാണ്, ഒത്തിരി അടുത്തുണ്ട്. നമ്മൾ വയനാട്ടിൽ നിന്ന് ഊട്ടി പോകുന്ന വഴിയിൽ നമ്മൾ ഊട്ടി എത്തി. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. വണ്ടി ഓടിച്ചോടിച്ച് മടിച്ചു ഗൈസ്. അപ്പോൾ നമ്മളിനി കുളിച്ച് ഫ്രഷാവണം. കുളിച്ച് ഫ്രഷായിട്ട് കാണാം. നമ്മൾ ഓൺലൈനിൽ ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി പോയിട്ടൊന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് കാണാം ഗൈസ്. വണ്ടി ഓടിച്ചോടിച്ച് മടുത്തു ഞാൻ.
ഇതാണ് ഗൈസ് ഇന്ന് നമ്മൾ നിൽക്കാൻ പോകുന്ന സ്ഥലം. ഇത് നമ്മൾ ഊട്ടിയിൽ നിന്ന് എങ്ങോട്ട് വന്നെന്ന് വെച്ചാൽ എന്നെ പേര് മറന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ. എന്തോ ഒരു ബെട്ടാന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ചുറ്റിനും നല്ല കാപ്പിത്തോട്ടം, കാപ്പിയല്ല സോറി, ടീ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി കാഴ്ചകൾ ചുറ്റിനും. ഇതിൻ്റെ ചുറ്റിനും ഇതാണ് ടീ പ്ലാന്റേഷനാണ്. അടിപൊളി വൈബ് ഗൈസ്. നല്ല കോട കയറി, താഴെയെല്ലാം നല്ല കോടയാണ്, ഇപ്പം കോട പോയതാ. ഇവിടെ ഒരു ബെഡുണ്ട്, ചെയറ്. പുറത്തേക്ക് വന്ന ചുറ്റിനെന്തേ ടീ പ്ലാന്റേഷനാണ്. നല്ല കോടയെല്ലാം കയറി. ഇപ്പം സമയം വൈകുന്നേരം 6:30. ചുറ്റിനും നല്ല അതിമനോഹരമായിട്ട് കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നല്ല അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ആ ഊട്ടി അറൗണ്ടിൽ മാത്രമല്ല കാഴ്ചകളുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങിയാലും നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ സ്റ്റേ അടിച്ചിട്ട് രാവിലെ വെളുപ്പിനേറ്റ് വിടും. 6 മണിക്കേറ്റ് 6 മണിക്കേറ്റും മൈസൂർ വഴി തിരിച്ച് മംഗലാപുരം. മിനിങ്ങാന്ന് വന്നതാണ്. അപ്പോൾ 2 ദിവസം അടിച്ചു പൊളിച്ച്. ഇവിടെ മൺസൂണൊക്കെ ആയിട്ട് ഒടുക്കത്തെ മഴ ഗൈസ്. ആരും ഈ സമയത്ത് ഇങ്ങോട്ട് വരില്ലേ. ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഇങ്ങോട്ട് കണ്ണടച്ച് പോന്നോ കൂടെ ഒരു കട്ട ഫ്രണ്ടിനെയും കൂട്ടുക, കണ്ണടച്ച് പോർന്നോ. നമുക്ക് ഊട്ടിയിൽ പൊളിക്കാം. മഴ ഇഷ്ടമല്ലാത്തവർ, പക്ഷേ ഇവിടെ പണ്ടത്തെ തണുപ്പൊന്നും ഇല്ല ഊട്ടിയിൽ ഇപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല അങ്ങനെ ആ തണുപ്പൊന്നും ഇല്ല, വിറയ്ക്കുന്ന തണുപ്പില്ല. വയനാട്ടിലാണേലും ആ രീതിയിൽ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ കുടുകിടാന്ന് വിറയ്ക്കും. ഇപ്പം അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മഴയത്ത് യാത്രയെല്ലാം ചെയ്ത് വീഡിയോ ഇടുന്നതാണ് ഗൈസ്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ബൈക്കുകൾ നനഞ്ഞ് യാത്ര ചെയ്ത്. അതുമല്ല, നമ്മളിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു കേരളത്തിലൊരു പ്രമുഖനായ യൂട്യൂബറോനെ നമ്മളിന്ന് വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. അപ്പം വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരുമായിരിക്കും. മല്ലു ഡ്രോൺ ട്രാവലർ, ഡ്രോൺ മാപ്പ്, പുള്ളിയുടെ ചാനലിൻ്റെ പേര് അങ്ങനെയാണ്. ലാസ്റ്റ് തായ്ലാൻഡൊക്കെ പോയി പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ, നല്ലൊരു വീഡിയോസാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ നല്ല അടിപൊളിയാണ് കാണാനും. പുള്ളിയുടെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുള്ളീനെ ഞങ്ങൾ ഊട്ടി വെച്ച് കണ്ടായിരുന്നു. പുള്ളിയോട് മിണ്ടി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മഴയായിരുന്നു. ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കും. താഴെ കാണുന്നത് അവിടെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ചെറിയ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കണം ഗൈസ്. ഇതേ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്നേ. അവിടെ നിന്ന് ഇങ്ങനെ കയറി നല്ല ഓഫ് റോഡാണ് ഇങ്ങോട്ട് വരാൻ. ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ വെളുപ്പിന് 8 മണിയായി. നല്ല കോടയാണ്. നല്ല തണുപ്പാണ്, കൈയൊക്കെ വിറയ്ക്കുന്നത്. അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷേക്കാവുകയാണ്.
ഗൈസ് നമ്മൾ ഊട്ടിയെല്ലാം പോയി അടിച്ചു പൊളിച്ച് നമ്മൾ തിരിച്ചിപ്പം വയനാട് സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുകയാണ് തിരിച്ച്. ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് ഗൈസ്. നമ്മൾ പോയി മടുത്തൊരു പരുവായി. ആന വണ്ടി ഇതേ പോകുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വയനാട് വന്ന് ഇനി കുട്ട കയറി തിരിച്ച് മംഗലാപുരം പോകാൻ പ്ലാനാണ്. മടുത്തു. ഭയങ്കര മഴയായിരുന്നു, യാത്ര ഭയങ്കര വെറുപ്പിലായിരുന്നു. പക്ഷെ പോയ വഴിയെല്ലാം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അതുമല്ല വഴിയെല്ലാം എല്ലാം എൻജോയ് ചെയ്തു. പക്ഷെ നമുക്ക് ഒത്തിരി സ്ഥലമൊന്നും എക്സ്പ്ലോർ, ഞങ്ങൾ പോയതെല്ലാം മാക്സിമം എൻജോയ് ചെയ്തു. പക്ഷേ എക്സ്പ്ലോർ ഒന്നും അത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര മഴ, ഭയങ്കര തണുപ്പ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സമയത്ത് ആരും ഊട്ടിക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്.